ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കിയാലോ. പൂവ് പോലെയുള്ള ഈ പലഹാരം തിന്നാൻ വളരെ ക്രിസ്പിയാണ്. വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണിത്. ഇത് കഴിക്കാനായിട്ട് നല്ല രസമാണ്. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുക്കറിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് കുറച്ച് ഉപ്പിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്ത് ഇങ്ങനെ വാട്ടിയെടുക്കണം. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും അങ്ങനെ തന്നെയാണ്. ഈ പൊടി നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഉരുളക്കിഴങ്ങും അതൊക്കെ കൂടി ഒന്ന് കുഴച്ചെടുക്കാം. കൂടാതെ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഉരുളക്കിഴങ്ങും പൊടിയും എല്ലാം കൂടി നമുക്കൊന്ന് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞ് നമുക്കതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിച്ചപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ കുഴക്കാം. അടുത്തതായി നമുക്ക് ഇത് പരത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് വാഴയുടെ ഇല മുകളിൽ വെച്ചോ അല്ലാതെയൊക്കെ ഇത് പരത്തിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് എള്ളും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് നമുക്ക് ഇതൊന്ന് ഭംഗിയാക്കി എടുക്കാം. അടുത്തതായി നമുക്ക് ഇങ്ങനെ ഒരു അച്ചെടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പരത്തി വെച്ച ഉരുളക്കിഴങ്ങ് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഈ അച്ചിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഷേപ്പ് വിട്ട് കിട്ടണം. കുറച്ച് വെളിച്ചെണ്ണ അതിന്മേക്ക് പരത്തി കൊടുത്താൽ മതി, എങ്കിൽ വേഗം തന്നെ അത് വിട്ട് കിട്ടും. ഇങ്ങനെ ഓരോന്നോരോന്നായി നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അധികം വെളിച്ചെണ്ണ കുടിക്കാത്ത പലഹാരമാണിത്. കുറച്ച് വെളിച്ചെണ്ണ തന്നെ മതിയാകും. ഏകദേശം മീഡിയം തീയിൽ തന്നെ ഇത് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. വൈകുന്നേരങ്ങളിൽ ചൂട് ചായക്കൊപ്പം ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, വളരെ ക്രിസ്പിയുമാണിത്. നമുക്ക് വീട്ടിലുള്ള തന്നെ ചേരുവകൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം മറിച്ചിട്ടതിന് ശേഷം മറ്റേ ഭാഗം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതേ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, റൗണ്ട് ഷേപ്പിലും ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പലഹാരമൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമായി ഈ പലഹാരം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇപ്പോൾ നമ്മുടെ ഈ പൂ പോലെയുള്ള ഈ പലഹാരം വെന്ത് കഴിഞ്ഞു. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ചൂട് കട്ടൻ ചായക്കൊപ്പം ഇത് കഴിച്ച് നോക്കും, വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.